പിതാവിന്റെ 105-ാം ജന്മദിനം ആഘോഷമാക്കി മക്കളും കൊച്ചുമക്കളും പേരക്കുട്ടികളും. കുടിയേറ്റ കർഷകനായ പാണ്ടിപ്പാറ കൊല്ലിക്കുളവിൽ തോമസ് വർക്കിയുടെ പിറന്നാളാണ് കുടുംബാംഗങ്ങൾ ചേർന്ന് ആഘോഷമാക്കിയത്. 105-ാം വയസ്സിലും ജീവിതശൈലി രോഗങ്ങൾ പോലും തൊട്ടു തീണ്ടിയിട്ടില്ല നാട്ടുകാരുടെ പ്രിയപ്പെട്ട കൊച്ചേട്ടനെ. കാമാക്ഷി പാണ്ടിപ്പാറ കൊല്ലിക്കുളവിൽ തോമസ് വർക്കി എന്ന കുടിയേറ്റ കർഷകനാണ് ഇന്ന് 105-ന്റെ തികവിലെത്തിയത്. ഇതാകട്ടെ മക്കളും കൊച്ചുമക്കളും പേരക്കിടാങ്ങളും ഒക്കെയായി അങ്ങ് ആഘോഷമാക്കി മാറ്റി. കാഞ്ഞിരപ്പള്ളി പിണ്ണാക്കനാട് കൊള്ളിക്കുളവിൽ വർക്കിയുടെയും മറിയത്തിന്റെയും മകനായി 1920 നവംബർ 1-നാണ് തോമസ് വർക്കിയുടെ ജനനം. പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെയും നാളുകളിൽ പിന്നീട് ജീവിതമാർഗം തേടിയാണ് ഇടുക്കിയുടെ ആനക്കാടുകളിലേക്ക് കുടിയേറിയത്. ഇടുക്കിയിലെത്തി കാട്ടാനയോടും കാട്ടാറിനോടും മലമ്പാമ്പിനോടും മലമ്പനിയോടും ഒക്കെ പടവെട്ടി തന്റെ ജീവിതമാർഗം തെളിച്ചതോടുകൂടി തോമസ് വർക്കി നാട്ടുകാരുടെ കൊച്ചേട്ടനായി മാറി. തന്റെ നല്ലപാതിയായിരുന്ന ത്രേസ്യാമ്മ 2018 ഒക്ടോബർ 5-ന് വിട പറയുമ്പോഴും കൊച്ചേട്ടന്റെ കരുത്തായി തന്റെ 12 മക്കളും മരുമക്കളും കൊച്ചുമക്കളും പേരക്കിടാങ്ങളുമുണ്ട്. 7 ആൺമക്കളും 5 പെൺമക്കളുമായി ഏറെ കഷ്ടത നിറഞ്ഞ പാതയിലൂടെയാണ് ജീവിത കരുപിടിപ്പിച്ചത്. മക്കളിൽ 2 പേരാകട്ടെ കർത്താവിന്റെ മണവാട്ടിമാരാണ്. 105-ന്റെ തികവിലും കൊച്ചേട്ടന് യാതൊരുവിധ ജീവിതശൈലി രോഗങ്ങളും ഇല്ല എന്നത് ഇദ്ദേഹത്തിന്റെ ജീവിത രീതിയുടെ പ്രത്യേകതയുമാണ്. ഒരുപക്ഷെ പുതുതലമുറ ശീലമാക്കേണ്ട രീതിയുമാണിത്. ഇന്ന് 20 കൊച്ചുമക്കളും 9 പേരക്കുട്ടികളുമായി 6 തലമുറകളുടെ ജീവിതങ്ങളെ കണ്ടറിഞ്ഞ കൊച്ചേട്ടൻ ഇനിയും പൂർണ്ണചന്ദ്രന്മാരെ കാണുമെന്ന ദൃഢനിശ്ചയത്തിലുമാണ്. പാണ്ടിപ്പാറ ഈട്ടിക്കവലയിലെ തറവാട് വീട്ടിൽ ഇളയ മകനും പൊതുപ്രവർത്തകനുമായ സന്തോഷിന്റെയും മരുമകൾ ഷിനോമോളുടെയും സംരക്ഷണത്തിലാണ് കൊച്ചേട്ടൻ കഴിയുന്നത്. ഇവരുടെ മക്കളായ ഡോണും ഡിയോണുമാണ് കൊച്ചേട്ടന്റെ ഇപ്പോഴത്തെ കളിക്കൂട്ടുകാർ. 105-ാം ജന്മദിനത്തിൽ മക്കളും മരുമക്കളും കൊച്ചുമക്കളും പേരക്കുട്ടികളുമെല്ലാം ഒത്തുചേർന്ന് കേക്ക് മുറിച്ചാണ് ആഘോഷിച്ചത്. മണിക്കൂറുകൾ നീണ്ട ആഘോഷങ്ങൾ ആദ്യ അവസാനം വരെയും കൊച്ചേട്ടൻ ആരോഗ്യവാനായി പങ്കെടുത്തു. നടക്കുവാൻ നേരിയ ബുദ്ധിമുട്ടുണ്ട് എന്നതൊഴിച്ചാൽ യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും കൊച്ചേട്ടൻ. അങ്ങനെ 105-ലും കൊച്ചേട്ടൻ കൊച്ചായി തന്നെ ഇരിക്കുന്നു. കൊച്ചുമക്കൾക്കൊപ്പം കൊഞ്ചി പറഞ്ഞ്. ബിജു വൈശൻ പറമ്പിൽ, ഇടുക്കി വിഷൻ ന്യൂസ്, ഇടുക്കി.